കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 14 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശു മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരിസേയരുടെയും ഹെരോദോസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ. അവനിങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പം ഇല്ലാത്തതുകൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്നവർ പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ടയെടുത്തു? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അപ്പസ്തോലന്മാർക്കൊരു വാണിംഗ് കൊടുക്കുകയാണ്. ആ വാണിംഗ് ഇതാണ്: ഫരിസേയരുടെയും ഹെരോദോസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ എന്ന്. ഇവർക്കൊരു തെറ്റിദ്ധാരണയുണ്ടായി, അപ്പം എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കർത്താവ് പുളിപ്പിനെക്കുറിച്ചൊക്കെ പറയുന്നത് എന്നൊരു തെറ്റിദ്ധാരണ അപ്പസ്തോലന്മാർക്കുണ്ടായി. അപ്പോഴാണ് ഈശോ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പറയുകയാണ്. ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുമ്പുള്ള സുവിശേഷ ഭാഗങ്ങളിലാണ് ഈശോ ഈ പറഞ്ഞ 5 അപ്പവും 7 അപ്പവും ഒക്കെ ആയിരങ്ങൾക്ക് ഭക്ഷണമായിട്ട് നൽകുന്നത്. ഇന്നലകളിൽ ഈ 5 അപ്പവും 7 അപ്പവും കൊണ്ട് ആയിരങ്ങളെ തീറ്റിപ്പോറ്റിയ ജീവിക്കുന്ന കർത്താവ് ഇവരുടെ മുമ്പിലുള്ളപ്പോൾ ഇവർ ഇപ്പോഴും ശരീരത്തിൻ്റെ അപ്പത്തെക്കുറിച്ച് അസ്വസ്ഥരാണ്. അല്ലെങ്കിൽ കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ഇവർ മറ്റൊരു കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല കുടുംബങ്ങളിലൊക്കെ ഈ ബന്ധങ്ങളിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം, ഒരാൾ പറയുന്ന ഒരു കാര്യം മറ്റൊരാൾ സ്വീകരിക്കുന്നത് വേറെ രീതിയിലാണ്. ഒരാൾ ചിലപ്പോൾ സ്നേഹത്തോടെ ആയിരിക്കും പറയുന്നത്, പക്ഷേ സ്വീകർത്താവ് അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനനുസരിച്ചാണ് അത് എപ്രകാരം ആ പറയുന്നതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. പലപ്പോഴും പല മാതാപിതാക്കളും മക്കളെയൊക്കെ സ്നേഹത്തിൽ തിരുത്തുമ്പോൾ മക്കൾ വിചാരിക്കുന്നത് മാതാപിതാക്കൾക്ക് ഞങ്ങളോട് സ്നേഹമില്ലെന്നുള്ളതാണ്. മാതാപിതാക്കൾ മക്കളെ സ്നേഹത്തിൽ ചില കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ മക്കൾ പറയുന്നതിനാ മാതാപിതാക്കൾക്ക് ഞങ്ങളോട് സ്നേഹമില്ല. അവരെപ്പോഴും ഉപദേശമാണ്, എപ്പോഴും തിരുത്തലാണ്, എപ്പോഴും പുറകെ നടന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ആലോചന സ്നേഹമാണ് എന്ന് പലപ്പോഴും പിള്ളേർ മനസ്സിലാക്കില്ല. എന്ന് പറയുന്ന പോലെ ഈശോ നിത്യജീവന്റെ അപ്പം ഇവരുടെ കൺമുമ്പിലുണ്ട്. ഈശോ ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹെരോദോസിൻ്റെയും അതോടൊപ്പം തന്നെ ഫരിസേയരുടെയും പുളിമാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഫരിസേയരുടെയും പുളിമാവെന്ന് പറഞ്ഞാൽ അവരുടെ കപട ഭക്തിയെയും അവരുടെ കപട പ്രബോധനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹെരോദോസിൻ്റെ അധികാര മോഹത്തെയും ലൗകിക മോഹത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് ഈശോ പറയുമ്പോൾ ഇവർ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൗതിക കാര്യങ്ങളെക്കുറിച്ചാണ് അങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്. ഇവരപ്പത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് അവരെ അപ്പത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് തിരുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ 5 അപ്പവും 7 അപ്പവും ഒക്കെ ആയിരങ്ങൾക്ക് ഞാൻ ഭക്ഷണമായി നൽകിയത്? നിങ്ങൾക്ക് കണ്ണുണ്ടായിട്ടും കാണുന്നില്ലേ, കാതുണ്ടായിട്ടും ഗ്രഹിക്കുന്നില്ലേ എന്നൊക്കെ കർത്താവ് അപ്പസ്തോലന്മാരോട് ചോദിക്കാനുള്ള കാരണം അതാണ്. ഇത്രയും കൃത്യമായിട്ട് നിത്യജീവന്റെ അപ്പം ഇവരുടെ മുമ്പിലുണ്ട്. പിന്നെ ഇവർ അപ്പത്തെക്കുറിച്ച്, ശരീരത്തിൻ്റെ അപ്പത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം രണ്ടും 2 തട്ടിൽ നിൽക്കുവാണ്.
ഈശോ ആത്മാവിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ ലൗകിക മനുഷ്യരായിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ പറയാൻ ഉദ്ദേശിച്ചത് എന്താ? നിസ്സാര കാര്യമാണെങ്കിലും അല്ലെ, ചെറിയത് ഒരു പുളിപ്പ് നമ്മൾ ഈ അപ്പത്തിലൊക്കെ ഈസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചേ ഇടുള്ളൂ, ഒത്തിരി ഒന്നും വാരിക്കൂട്ടി ഇടുകയല്ല. സോഡാപ്പൊടിയൊക്കെ ഇടുന്നതിന് വളരെ കുറച്ചിടുള്ളൂ. കാരണം എന്താ? അതിനാ മാവ് മുഴുവൻ പുളിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പൊ ഇവരുടെ പുളിപ്പ് അത് അല്പമാണെങ്കിൽ പോലും ഒരുവന്റെ ജീവിതത്തെ, ചിന്താഗതിയൊക്കെ നശിപ്പിച്ചു കളയാൻ ശക്തിയുള്ളതാണെന്ന് മനസ്സിലാക്കണമെന്നാണ് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കപട ഭക്തിയും ഇവരുടെ കപട ആചാരങ്ങളും ഇവരുടെ കപട പ്രബോധനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധയുള്ളവരല്ല എങ്കിൽ നിങ്ങളുടെ ചിന്താഗതി അത് സ്വാധീനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തെ മുഴുവൻ നശിപ്പിച്ചു കളയും. ചിലരുടെയൊക്കെ തലക്കകത്തേക്ക് കയറുന്ന ചില തെറ്റായ ബോധ്യങ്ങൾ അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാനിപ്പോഴും ഓർക്കുകയാണ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ മുരിയാടക്കുള്ള എംപറർ ഇമാനുവേൽ എന്ന് പറയുന്നൊരു വിഘടിത സമൂഹമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോയ ഒരു പെങ്കൊച്ച് അവിടെ ചെന്ന് 3-4 മാസം പ്രായമുള്ളൊരു കുഞ്ഞ് വീട്ടിലുണ്ട്. ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും കൂടെ കുഞ്ഞിനെ നോക്കുന്നത്. ഈ സഹോദരൻ എങ്ങനെ അവിടെ ഒരു ധ്യാനത്തിന് പോയി, പിന്നെ അവിടെ അങ്ങോട്ട് കൂടി. അവസാനം ഭർത്താവും അമ്മയും കൂടി അവളെ കാണാൻ ചെന്ന് പറഞ്ഞത്, സ്വർഗീയ പിതാവ് കുഞ്ഞിന് പാല് കൊടുത്തോളൂ എന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലെ പിതാവ് കുഞ്ഞിന് പാല് കൊടുക്കുന്നു. ഇവര് തിരിച്ചു പോരണ്ടോന്ന് അവളവിടെ തന്നെ കൂടി. ഈ അമ്മയും അപ്പനും അല്ല ഈ ഭർത്താവും കുഞ്ഞും കൂടി കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് കാണാൻ വന്നു. കച്ച എന്നാ പറയാനാ, പ്രസവിച്ച് കഴിഞ്ഞിട്ട് 3 മാസമായിട്ടുള്ളൂ. ചെന്ന് കഴിഞ്ഞ് കുഞ്ഞിന് പാല് കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇതൊക്കെ ചോദിച്ചാൽ പറഞ്ഞു സ്വർഗീയ പിതാവ് കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ചില തെറ്റായ, അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറയുകയാണ്, നിസ്സാര കാര്യമായിട്ട് കാണരുത്. ഈ മൊത്തം പുളിപ്പിക്കാൻ, നശിപ്പിച്ച് കളയാൻ ശക്തിയുണ്ട്. അപ്പൊ പാപത്തിന്റെ പുളിപ്പിനെ കുറിച്ചൊക്കെ വചനഭാഗങ്ങളിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ കൃത്യമായിട്ട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഈ ഫരിസേയരുടെയും ഹെരോദോസിന്റെയും പുളിമാവിനെ കുറിച്ച്, പുളിപ്പിനെ കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളിത് വായിച്ച് കേട്ടത് പറയുന്നൊരു കാര്യമാണ്, ജഡമോഹങ്ങൾ, ജഡം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും, അത് പൂർണ്ണ വളർച്ചയെത്തിയാൽ മരണത്തെയും. കണ്ടോ, ചെറിയൊരു ജഡമോഹമാണ്, പക്ഷേ അത് നമ്മൾ താലോലിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ, മനസ്സിനെ, ജീവിതത്തെയൊക്കെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ അത് പാപത്തെ പ്രസവിക്കാൻ തുടങ്ങും. പിന്നീട് എന്നാ സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ അത് നമ്മെ മരണത്തിലേക്ക് എത്തിക്കും, ആത്മീയ മരണത്തിലേക്ക് എത്തിക്കും. നിസ്സാര കാര്യമാണ്. തുടങ്ങിയത് ഒരു ചിന്തയാണ്, ഒരു പാപചിന്ത തലകത്ത് കയറിയുള്ളൂ, ഒരു തെറ്റായ ബോധ്യം തലകത്ത് കിട്ടിയതാണ്. പക്ഷെ അതിന്ന് ജീവിതത്തിന്റെ ആത്മനാശത്തിലേക്ക് വരെ എത്തിക്കാൻ ശക്തിയുള്ളതാണ് എന്നുള്ളതാണ് ഇന്നത്തെ വായനകളെല്ലാം വെളിച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മരക്ഷയെ അപകടത്തിലാക്കുന്ന ചെറിയ കാര്യങ്ങളെ, നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന വിഷയങ്ങളെ നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്, ശ്രദ്ധയോടെ കാണണം. അതല്ല എങ്കിൽ വിദൂര ഭാവിയിൽ നമ്മുടെ ആത്മനാശത്തിലേക്ക് എത്തിക്കാൻ അതിന് കഴിവുണ്ട് എന്ന് ഈശോ പറഞ്ഞുറപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്ന് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വിശുദ്ധ അല്ലെങ്കിൽ വലിയ നോമ്പിന്റെ ഇതിലേക്കൊക്കെ പ്രവേശിക്കാനൊക്കെ ഒരുങ്ങി നിൽക്കുന്ന സമയങ്ങളാണ്. ചെറുതും വലുതുമായ പല ഉപവാസ രീതികളും പ്രാർത്ഥനാ രീതികളും ജീവിത ശൈലിയിലുള്ള ചില മാറ്റങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ ചെറുതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾക്ക്, അത് ആത്മീയ കാര്യങ്ങളാകട്ടെ, അതിന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം മാറ്റം ഉണ്ടാക്കാൻ പറ്റും. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് വചനം വായിക്കുന്ന, ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കുന്ന ഒരു ജീവിതത്തിൽ ഒരു 50 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 40 ദിവസം കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം. അപ്പൊ നമ്മൾ വളരെ നിസ്സാരം, 10 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് അല്ലേ, പക്ഷെ അതിനും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റും. എന്ന് പറയുന്ന പോലെ നിസ്സാര കാര്യമായി അവഗണിക്കുന്ന വിശുദ്ധ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ മേഖലകളെ എത്ര കണ്ട് ഒരുവന്റെ ആത്മീയ ജീവിതത്തെ പൂർണ്ണമായും അപകടത്തിലാക്കാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ നിസ്സാരമെന്ന് തോന്നി അവഗണിക്കുന്ന ചില വിഷയങ്ങൾ എത്ര കണ്ട് പിൽക്കാലങ്ങളിൽ ആ ബന്ധത്തെ പൂർണ്ണമായും തകർത്ത് കളയാൻ ശക്തിയുള്ളതാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ചില കുടുംബ ബന്ധങ്ങളൊക്കെ ഇന്ന് തകർന്ന് തരിപ്പണമായി ദാമ്പത്യ ജീവിതം ഡൈവോഴ്സിലേക്ക് എത്തി നിൽക്കുന്നതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് അന്വേഷിച്ചു പോയാൽ എവിടെയൊക്കെ തുടങ്ങിയ നിസ്സാര കാര്യങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല, അത് അവിടെ വെച്ച് തന്നെ പരിഹരിച്ചും സെറ്റിൽ ചെയ്തും പോയിരുന്നെങ്കിൽ ഡൈവോഴ്സിലെത്തില്ലായിരുന്നു. അതങ്ങനെ ഇട്ട് ഉള്ളിൽ കൊണ്ടു നടന്ന് നീറിപ്പോകുന്ന അവസ്ഥയായി കുറച്ചധികം നാൾ കഴിഞ്ഞപ്പോൾ അത് പൊട്ടിത്തെറിച്ചു.
ഇപ്പോൾ ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ, സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അവസാനം തീരുമാനമെടുത്ത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന്. ഇത്രയും നാൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തവരാണ്. ആ ആരംഭകാലങ്ങളിൽ ഉണ്ടായ നിസ്സാരമായ അസ്വസ്ഥതകളെ, പ്രതിസന്ധികളെ, പ്രതികൂല അനുഭവങ്ങളെ, ദൈവസ്നേഹത്തിന് ചേരാത്ത വിഷയങ്ങളെ അപ്പോൾ തന്നെ സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ, ചെറുതെന്ന് തോന്നിയതാണെങ്കിൽ പോലും അതിനെ ആ കാലഘട്ടങ്ങളിൽ തന്നെ പരിഹരിച്ചിരുന്നെങ്കിൽ, ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വലിയ വിപത്തിലേക്ക് എത്തില്ലായിരുന്നു. അപ്പോ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങൾ അത് എത്രമാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തെ അപകടത്തിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വായനകളുടെ സന്ദേശം. ഈ സന്ദേശ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈശോയോടുള്ള ബന്ധത്തിൽ ചെറിയ ചെറിയ തീരുമാനങ്ങളാണെങ്കിലും, വിശുദ്ധ ജീവിതത്തിന്റെ ബന്ധത്തിൽ ചെറുതെന്ന് തോന്നിയാലും അതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ പ്രതിഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അധ്വാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.